എറണാകുളത്ത് ഹാഷിഷ് ഓയിൽ പിടികൂടിയ സംഭവത്തിൽ മുഖ്യപ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കി. അന്താരാഷ്ട്ര വിപണിയിൽ കോടികൾ വില വരുന്ന 3 കിലോ ഹാഷിഷ് ഓയിലാണ് പെരുമ്പാവൂരിന് സമീപത്ത് നിന്ന് കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം പിടികൂടിയത്. ആദ്യ റിപ്പോർട്ട് കൊച്ചിയിൽ നിന്ന് ഡാനിപ്പോൾ നൽകുന്നു. 2 പേരാണ് സംഭവത്തിൽ ഇതുവരെ അറസ്റ്റിലായത്. പിടിയിലായ കുമളി സ്വദേശി സതീഷ് കുമാറും സൂര്യനെല്ലി സ്വദേശി ജെയിംസ് ചാക്കോയും കാരിയർമാർ മാത്രമാണെന്നാണ് കസ്റ്റംസിന്റെ നിഗമനം. പെരുമ്പാവൂരിൽ സ്കൂളിന് സമീപം കാത്തുനിൽക്കാനും ഇവരെ തേടിയെത്തുന്ന ആൾക്ക് ഹാഷിഷ് ഓയിൽ കൈമാറാനുമായിരുന്നു ഇത് നൽകിയ സൂര്യനെല്ലി സ്വദേശി പ്രിൻസിന്റെ നിർദ്ദേശം. സൂര്യനെല്ലിയിൽ തടിക്കച്ചവടം നടത്തുന്ന ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കസ്റ്റംസിന്റെ നീക്കം. ഹാഷിഷ് ഓയിൽ കൈമാറുന്നതിന് 10,000 രൂപയായിരുന്നു പിടിയിലായവർക്കുള്ള പ്രതിഫലം. കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് കസ്റ്റംസിന്റെ നിഗമനം. അന്താരാഷ്ട്ര മാർക്കറ്റ് ലക്ഷ്യം വെച്ച് തന്നെയാണ് നീക്കം നടത്തിയിട്ടുള്ളതെന്നും അന്വേഷണ സംഘം അനുമാനിക്കുന്നു. പിടിച്ചെടുത്ത ഹാഷിഷ് ഓയിലിന് അന്താരാഷ്ട്ര വിപണിയിൽ 3 കോടിയിലധികം രൂപ വില വരും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തൊടുപുഴയിൽ നഗരമധ്യത്തിൽ പാതയോരത്തെ തണൽമരം വെട്ടിമാറ്റാനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞു. 20 വർഷത്തിലധികം പഴക്കമുള്ള വാഗമരം സമീപത്തെ കെട്ടിട ഉടമയുടെ തൊഴിലാളികൾ പുലർച്ചെ നാട്ടുകാർ കാണാതെ വെട്ടിമാറ്റുകയായിരുന്നു. അനുമതിയുണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു നീക്കം. നാട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് സംഘത്തിന് പിന്മാറേണ്ടി വന്നെങ്കിലും ശിഖരങ്ങളെല്ലാം അറുത്തുമാറ്റിയ നിലയിൽ തായ്തടി മാത്രമാണ് ഇപ്പോൾ ശേഷിക്കുന്നത്. പുലർച്ചെ 4 മണിയോടെ തന്നെ ഏതാനും പേരെത്തി പാതയോരത്തെ തണൽമരങ്ങൾ മുറിച്ചു നീക്കാൻ ആരംഭിക്കുകയായിരുന്നു. 6 മണിയോടെ മാത്രമാണ് നാട്ടുകാർ വിവരമറിഞ്ഞത്. ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് പ്രതിഷേധമുയർത്തിയതിനെ തുടർന്ന് മാത്രമാണ് മരം മുറിക്കുന്നത് അവസാനിപ്പിച്ചത്. ഇതിനിടെ 23 വർഷത്തോളം പഴക്കമുള്ള വാഗമരം ഏതാണ്ട് പൂർണ്ണമായും മുറിച്ചു നീക്കിയിരുന്നു. ശിഖരങ്ങളെല്ലാം അറുത്തുമാറ്റിയ നിലയിൽ താഴ്ത്തടി മാത്രമാണ് അവശേഷിക്കുന്നത്. സമീപത്തെ കെട്ടിട ഉടമയും കടയുടമയുമാണ് സംഭവത്തിന് പിന്നിലെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ ആരോപിക്കുന്നു. PWD ഉദ്യോഗസ്ഥരും ഇതിന് കൂട്ടുനിൽക്കുന്നതായി ആരോപണമുണ്ട്. കേടുവന്നൊരു മരമാണ്, അതുകൊണ്ട് അപകടസ്ഥിതിയിലാണ് എന്ന് പറഞ്ഞാണ് അവരത് നശിപ്പിച്ചു കളഞ്ഞത്. എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത് വർഷങ്ങളായിട്ട് ഇതിൽ അപകടസ്ഥിതി നിൽക്കുന്ന മരം വെട്ടിമാറ്റുന്നതിന് വേണ്ടി അപകടസ്ഥിതിയിൽ നിൽക്കുന്ന മരം വെട്ടിമാറ്റുന്നതിന് വേണ്ടി PWDയും അതുപോലെ നിരവധിയായ ഈ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ ചെന്നിട്ടും അത് മരം വെട്ടിക്കളയാനുള്ള അനുവാദം തരാതെ ഇത് PWD ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മൗന അനുവാദത്തോടു കൂടി അവരെ പെർമിഷൻ കൊടുത്തണമെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾ അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞ അതിന് അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. അനുമതി ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് തന്നെ മരം വെട്ടാൻ ഏൽപ്പിച്ചതെന്ന് തൊഴിലാളികളും പറഞ്ഞു. 2 പതിറ്റാണ്ടിലധികമായി പ്രദേശത്ത് തണൽ വിരിച്ചു നിന്ന മരമാണ് സാമൂഹ്യ വിരുദ്ധർ ഇല്ലാതാക്കിയത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾ വർഷങ്ങളായി വെള്ളമൊഴിച്ചും മറ്റും പരിപാലിച്ചു പോരുകയായിരുന്നു ഈ മരം. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മരം വെട്ടുന്നത് നിർത്തിവെച്ചെങ്കിലും ശേഷിക്കുന്ന ഭാഗം ഉണങ്ങി നശിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ KSU MSF പ്രവർത്തകർ മാരകായുധങ്ങളുമായി നടത്തിയ നരനായാട്ടിൽ 15 വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. രാവിലെ ക്ലാസ് ആരംഭിച്ച ഉടൻ പുറമേ നിന്നും മുഖം മൂടി അണിഞ്ഞെത്തിയ അക്രമി സംഘം ക്ലാസ് മുറികളിൽ കയറി പെൺകുട്ടികളെ അടക്കം തല്ലിച്ചതയ്ക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ അധ്യയന വർഷം ക്ലാസ് ആരംഭിച്ചത് മുതൽ കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. നിരവധി കേസുകളിൽ പ്രതികളായ KSU MSF വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഇന്ന് ആക്രമണം അരങ്ങേറിയത്. മുഖംമൂടി ധരിച്ചെത്തിയ ലീഗ് പ്രവർത്തകരും അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നതായി വിദ്യാർത്ഥികൾ ആരോപിച്ചു. മിസ് ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ മാരകായിട്ട് ക്ലാസ്സിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഗേൾസൊക്കെ പേടിച്ച് സൈഡോട്ട് നിന്ന് അവർ ഗേൾസിനൊക്കെ തള്ളിയിട്ട് ബോയ്സിൻ്റെ അടുത്തേക്ക് വന്ന് അവർ മാരകായിട്ട് പിന്നെ ഇരുമ്പ് പൈപ്പ്, ചെയിന്, സൈക്കിൾ ചെയിന്, പിന്നെ പട്ടിക, പിന്നെ പഞ്ചറൊക്കെ വെച്ചിട്ട് അടിക്കാണ്ടായി. നിലത്ത് വീണ ആൾക്കാരെ എടുത്ത് പിടിച്ചു വെച്ചിട്ട് കൈയും കാലും പൊട്ടുന്നവരെ അടിക്കുന്ന രീതിയിലാണ് ഉണ്ടായത്. ക്ലാസ് എടുക്കുകയായിരുന്ന അധ്യാപകരുടെ മുന്നിലിട്ടാണ് അതിക്രൂരമായി വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചത്. സംഭവം കണ്ടു ഭയന്ന് പെൺകുട്ടികൾ നിലവിളിക്കുകയും ചിലർ ബോധരഹിതരായി വീഴുകയും ചെയ്തു. ക്ലാസ് മുറികളിൽ രക്തം തളം കെട്ടി നിൽക്കുന്നു. കാസർഗോഡ് LBS എഞ്ചിനീയറിംഗ് കോളേജിലെ സമാധാനം തകർക്കുന്നവർക്കെതിരെ പ്രതികരിക്കാൻ പൊതുസമൂഹം ഒന്നിച്ചു നിൽക്കണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. ഇന്ന് MSFന്റെ ഒരു സംഘം വിദ്യാർത്ഥികൾ പുറമേ നിന്നുള്ള യൂത്ത് ലീഗ് പ്രവർത്തകരോടൊപ്പം മാരകായുധങ്ങളുമായി എത്തി ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന വിദ്യാർത്ഥികളെയാണ് ക്രൂരമായി ആക്രമിച്ചത്. ഒരു കോളേജ് ക്യാമ്പസിനകത്ത് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത നിലയിലുള്ള അതിഭീകരമായ ആക്രമണമാണ് വിദ്യാർത്ഥികൾക്കെതിരായി MSFും മുസ്ലിം ലീഗും നടത്തിയിട്ടുള്ളത്. ജനങ്ങൾ ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം.
ജില്ലാ പോലീസ് മേധാവി എ ശ്രീനിവാസ്, CPIM SFI ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ കാസർഗോഡ് ചെങ്കളിയിലെ AK നയനാർ ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥികളെ സന്ദർശിച്ചു. ഇന്നലെ ചേർന്ന PTA യോഗത്തിൽ സമാധാന പാലനത്തിന് സഹകരണം ഉറപ്പു നൽകിയതിനു ശേഷമാണ് KSU MSF പ്രവർത്തകർ ഇന്ന് കോളേജിൽ സംഹാരതാണ്ഡവമാടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വളാഞ്ചേരി പോസ്റ്റ് ഓഫീസിന് സമീപം തോരക്കാട്ടിൽ സുബൈറിന്റെ മരണത്തിന് ഉത്തരവാദികൾ പോലീസുകാരാണെന്ന് ആരോപിച്ച് ബന്ധുക്കൾ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. പോലീസ് ഓടിച്ചപ്പോൾ ഭയന്ന് കിണറ്റിൽ വീണാണ് സുബൈർ മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ പരാതി. കഴിഞ്ഞ വെള്ളിയാഴ്ച വളാഞ്ചേരി കുറ്റിപ്പുറം ദേശീയപാതയിൽ മുക്കിലപ്പീടികയിൽ ഉപയോഗശൂന്യമായ കിണറ്റിലാണ് സുബൈറിന്റെ മൃതദേഹം കണ്ടത്. സംഭവത്തെക്കുറിച്ച് ബന്ധുക്കൾ പറയുന്നതിങ്ങനെ: സുബൈറിന്റെ കാർ വെള്ളിയാഴ്ച രാത്രി AR ക്യാമ്പിലെ പോലീസുകാർ സഞ്ചരിച്ച ബൈക്കിൽ തട്ടിയിരുന്നു. പോലീസുകാർക്ക് റോട്ടിൽ വീണ് പരിക്കേൽക്കുകയും ചെയ്തു. കാർ നിർത്താതെ പോയ സുബൈറുമായി പോലീസ് ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ സ്റ്റേഷനിൽ ഹാജരാവാമെന്നും നഷ്ടപരിഹാരം നൽകാമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ രാത്രി സുഹൃത്തുക്കളോടൊപ്പം ഇരിക്കുകയായിരുന്ന സുബൈറിനെ തേടി പോലീസ് എത്തി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച സുബൈറിനെ പോലീസ് പിന്തുടർന്നു. ഇതിനിടെയാണ് കിണറ്റിൽ വീണ് മരണം സംഭവിച്ചത്. AR ക്യാമ്പിലെ പോലീസുകാരാണ് മരണത്തിന് ഉത്തരവാദികളെന്നും ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. മലപ്പുറം പോലീസ് മേധാവിക്കും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയുണ്ടാവുമെന്ന് SP സുബൈറിന്റെ ബന്ധുക്കൾക്ക് ഉറപ്പു നൽകി. അതേസമയം നടപടി വൈകുന്നതിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആലപ്പുഴ ബീച്ചിൽ ഫോർട്ട് ഉദ്യോഗസ്ഥർ ഗുണ്ടായിസം കാണിക്കുന്നതായി പരാതി. ഇത് സംബന്ധിച്ച് ഡയറക്ടർക്കും വകുപ്പ് മന്ത്രിമാർക്കും നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. കൈക്കൂലി ആവശ്യപ്പെട്ടാണ് ഗുണ്ടായിസമെന്ന് നാട്ടുകാർ പറയുന്നു. തുറമുഖം നഷ്ടപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ആലപ്പുഴ തുറമുഖ വകുപ്പിന്റെ കീഴിൽ ഇപ്പോഴും 18 ജീവനക്കാരാണുള്ളത്. ഇവരിൽ പലരും കൃത്യമായി ഓഫീസിലെത്താറില്ലെന്നും പരാതിയുണ്ട്. എന്നാൽ മാസം തോറും ലഭിക്കുന്ന പിരിവിനായി ഇവർ സ്ഥിരമായി എത്തുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒട്ടകത്തിന് പ്രതിവർഷം 72,000 വരെ വാങ്ങിക്കുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ 2 പേരാണ് ഇപ്പോൾ ഒട്ടകത്തിൻ്റെ ചെയ്യുന്നത്. ഇവിടെ എങ്ങനെ പോയാലും 1.5 ലക്ഷം അടുത്ത് പോർട്ടുകാർ വാങ്ങിക്കുന്നുണ്ട്. ഈ പൈസ എന്തിനു ഉപയോഗിക്കുന്നു ആർക്കും അറിയില്ല. അതിന് തിരക്കൊന്നുമില്ല. കാരണം ഈ ബീച്ച് മാലിനോട്ട് കിടക്കണം എന്നാണ് ഇവരുടെ ഉദ്ദേശം. ഇപ്പോൾ ഇതിനു മുമ്പ് ഇവിടെ തടിയും കാര്യങ്ങളൊക്കെ പട്ടാപ്പകൽ എടുത്തുകൊണ്ട് പോകുന്നത്. നമ്മൾ കുറച്ച് ചെറുപ്പക്കാരിങ്ങനെ നല്ലൊരു ഡസ്റ്റ്ബിൻ വെക്കുക ചെയ്തപ്പോഴത്തേക്കും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. കടൽത്തീരത്തെ അനധികൃത നിർമ്മാണത്തിനും മറ്റും മൗനം പാലിക്കുന്ന ഈ ഉദ്യോഗസ്ഥർ കടൽത്തീരം മാലിന്യമുക്തമാക്കുന്നതിന് രംഗത്തിറങ്ങിയ ചെറുപ്പക്കാർക്കെതിരെ ഗുണ്ടായിസം കാണിക്കുന്നതായും പരാതി ഉയർന്നിട്ടുണ്ട്. പിന്നെ ഇതുങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. ഈ മരങ്ങളൊക്കെ എപ്പോഴും വെള്ളം ഒഴിക്കുക, എന്തുമാത്രം ത്യാഗം സഹിച്ചാണ് അവരിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഞങ്ങളാരും ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്, ഈ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ. ഇതൊക്കെ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ ഈ നാടിനോട് ചെയ്യുന്ന ഒരു വലിയ ദ്രോഹമായിട്ടാണ് നമുക്ക് കാണുന്നത്. ഇതിനെതിരെ തുറമുഖ വകുപ്പ് ഡയറക്ടർക്കും മന്ത്രിക്കും പരാതി നൽകി കഴിഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. മൃഗരോമം കൊണ്ട് നിർമ്മിച്ച പെയിന്റിംഗ് ബ്രഷുകൾ കൊച്ചിയിൽ വനം വകുപ്പ് പിടികൂടി. കീരിയുടെ രോമം കൊണ്ട് നിർമ്മിച്ച 5000-ൽ പരം ബ്രഷുകളാണ് കൊച്ചിയിലെ വ്യാപാര സ്ഥാപനത്തിൽ നിന്നും കണ്ടെടുത്തത്. സ്ഥാപന ഉടമയ്ക്കെതിരെ വനം വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. ഇടപ്പള്ളി വൈറ്റില ബൈപ്പാസിലെ കേരള ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മൃഗരോമം കൊണ്ട് നിർമ്മിച്ച പെയിന്റിംഗ് ബ്രഷുകൾ പിടികൂടിയത്. രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കീരിയുടെ രോമം കൊണ്ട് നിർമ്മിച്ച 5000-ൽ പരം ബ്രഷുകൾ പിടിച്ചെടുത്തത്. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം പ്രത്യേക സംരക്ഷണം അർഹിക്കുന്ന ജീവിയാണ് കീരി. അതിനാൽ കീരി രോമം കൊണ്ട് നിർമ്മിച്ച ബ്രഷുകൾ കൈവശം വെച്ചതിനും വിൽപ്പന നടത്തിയതിനും സ്ഥാപനമുടമ രാകേഷ് കുമാറിനെതിരെ വനം വകുപ്പ് കേസെടുത്തു. 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിതെന്ന് DFO ഫെൻ ആന്റണി പറഞ്ഞു. വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ഷെഡ്യൂൾ 2 പാർട്ട് 2 വരുന്ന കീരിയുടെ രോമം കൊണ്ടുണ്ടാക്കിയ ബ്രഷുകളാണ് പിടിച്ചിരുത്തിയിരിക്കുന്ന. ഒരു ഏകദേശം 5000-ഓളം എണ്ണം ഉണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കുന്നതും വിൽപ്പന നടത്തുന്നതൊക്കെ കുറ്റകരമാണ്. ഈ പിടിച്ചെടുത്തിരിക്കുന്ന സാധനങ്ങൾ കോടതി മുമ്പായി ഹാജരാക്കുകയും പിന്നീട് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഉത്തർപ്രദേശിൽ നിന്നാണ് ബ്രഷുകൾ എത്തിച്ചതെന്ന് വനം വകുപ്പിന് വിവരം ലഭിച്ചിട്ടുണ്ട്. പിടിച്ചെടുത്ത ബ്രഷുകൾ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഫ്ലൈയിംഗ് സ്ക്വാഡ് DFO ഫെൻ ആന്റണി, കോടനാട് റേഞ്ച് ഓഫീസർ ഉണ്ണികൃഷ്ണൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പെയിന്റിംഗ് ബ്രഷുകൾ പിടിച്ചെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇനി ബീഹാറിൽ നിന്നുള്ളൊരു കാഴ്ച. ബീഹാറിൽ 10ാം ക്ലാസ് പൊതുപരീക്ഷയിൽ വൻ കോപ്പിയടി. പോലീസിനെയും പരിശോധനാ സംഘത്തെയും നോക്കുകുത്തിയാക്കി കോപ്പിയടിക്കാൻ സഹായിക്കുന്നത് പരീക്ഷാർത്ഥികളുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. നിരുത്തരവാദപരമായ സർക്കാർ സമീപനം കൂടിയായപ്പോൾ ബീഹാറിനുണ്ടായത് ദേശീയ നാണക്കേട്. സാധാരണ കേരളത്തിൽ കാണാത്ത അഭ്യാസ കാഴ്ചകളാണ് ബീഹാറിലേത്. അതും 10ാം തരം പൊതുപരീക്ഷാ കേന്ദ്രത്തിൽ. പാത്തും പതുങ്ങിയുമുള്ള കോപ്പിയടി ഇവിടെയില്ല. പകരം പരസ്യമായാണ് പരിപാടി.
വിദ്യാർത്ഥികളെ സഹായിക്കാൻ പരീക്ഷയേക്കാൾ വലിയ പരീക്ഷണമാണ് പുറത്ത് ബന്ധുക്കളും സുഹൃത്തുക്കളും കാഴ്ചവെക്കുന്നത്. 2ാം നിലയിലും 3ാം നിലയിലും വരെ ഉത്തരങ്ങൾ എത്തിക്കാൻ ബന്ധുക്കൾ എന്ത് ത്യാഗവും സഹിക്കും. പുറത്തെ പോലീസും പരിശോധനാ സംഘവും നോക്കുകുത്തിയായാൽ പിന്നെ പരീക്ഷാ ഹാളിൽ എന്തിനു പേടിക്കണം? തുണ്ടുകടലാസുകളും ഗൈഡുകളും തുറന്നു വെച്ചെഴുതാൻ കുട്ടികളും ബഹുമിടുക്കർ. ജനൽ വഴി പാറിയെത്തുന്ന ഉത്തരങ്ങളാണ് മാർക്കിന്റെ കുട്ടൻസ്. ചിലർ ആയുധധാരികളുടെ സംരക്ഷണയിൽ വരെ പരീക്ഷ എഴുതുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നിരീക്ഷണ ക്യാമറ പോലും വകവയ്ക്കാതെയുള്ള കോപ്പിയടി തടയുന്നതിൽ സർക്കാർ നിസ്സഹായരാണെന്ന് ബീഹാർ വിദ്യാഭ്യാസ മന്ത്രി പി.കെ. ഷാഹി തന്നെ വെളിപ്പെടുത്തി. ബീഹാറിൽ 14.5 ലക്ഷം വിദ്യാർത്ഥികളാണ് വിവിധ കേന്ദ്രങ്ങളിലായി 10ാം തരം പൊതുപരീക്ഷ എഴുതുന്നത്. എന്തായാലും ബീഹാറിന് തന്നെ നാണക്കേടായ സംഭവത്തിൽ 500 വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്യുമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. കാര്യങ്ങൾ കൈവിട്ടതോടെ പരീക്ഷ സർക്കാരിന് തന്നെ പരീക്ഷണമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്. മാർച്ച് 13-ന് നിയമസഭയിൽ പ്രതിപക്ഷത്തെ നേരിടാനിറങ്ങിയ വാച്ച് ആൻഡ് വാർഡിൽ അപരിചിതനും ബജറ്റ് ദിനത്തിൽ സ്പീക്കറുടെ ഡയസിനിരിക്കെയാണ് യൂണിഫോം ധരിക്കാത്ത അപരിചിതനെ കണ്ടെത്തിയത്. മാർച്ച് 13-ന് ബഡ്ജറ്റ് സമ്മേളനത്തിൽ സ്പീക്കർ ഡയസിൽ കയറുന്നത് പ്രതിപക്ഷ അംഗങ്ങൾ കൂട്ടത്തോടെ തടയുന്നതിനിടെയാണ് സ്പീക്കറുടെ ഡയസിൽ അജ്ഞാതനെ കാണുന്നത്. പ്രതിപക്ഷ അംഗങ്ങൾ തട്ടിമറിച്ചിട്ട ചെയറിന് പകരമായി മറ്റൊരു ചെയർ വാച്ച് ആൻഡ് വാർഡ് ബലമായി ഇടാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങളിൽ ഇദ്ദേഹത്തെയും കാണാം. ചീഫ് മാർഷലിനും നിയമസഭാ സെക്രട്ടറിക്കും നിയമസഭാ സെക്രട്ടറി ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് സ്പീക്കറുടെ ഡയസിൽ കയറാൻ അധികാരമുള്ളതെന്നിരിക്കെ ഡയസിൽ കണ്ടത് ആരാണ് എന്നതിനെ സംബന്ധിച്ച് ദുരൂഹത തുടരുകയാണ്. മാർച്ച് 13-ന് സ്പീക്കറുടെ സുരക്ഷയ്ക്കായി ഗൺമാൻ ഡയസിൽ കയറിയെന്ന ആരോപണം പ്രതിപക്ഷം ഇതിനോടകം ഉന്നയിച്ചു കഴിഞ്ഞു. വൈറ്റ് ആൻഡ് വൈറ്റ് യൂണിഫോം ധരിക്കാത്ത ഒരാൾക്ക് പോലും ജുഡീഷ്യൽ അധികാരമുള്ള സ്പീക്കറുടെ ഡയസിൽ കയറാനാവില്ലെന്നിരിക്കെ ബലമായി സ്പീക്കറുടെ ചെയർ കൊണ്ടിടുന്ന അപരിചിതനാരെന്ന് നിയമസഭയിലെ പ്രധാന ഉദ്യോഗസ്ഥർക്ക് പോലും ഇനിയും തിരിച്ചറിയാനായിട്ടില്ല. നിയമസഭയ്ക്ക് പുറത്ത് പ്രക്ഷോഭകരെ നേരിടാൻ നെയിം ബോർഡില്ലാത്ത മുഖം മറച്ച ചിലർ പോലീസ് യൂണിഫോമിലെത്തിയെന്ന ആരോപണം നിലനിൽക്കെയാണ് സ്പീക്കറുടെ ഡയസിൽ യൂണിഫോം ഇടാത്ത വ്യക്തിയെ ദൃശ്യങ്ങളിൽ കാണുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ മുൻസിഫ് മജിസ്ട്രേറ്റ് നിയമനത്തിനായുള്ള പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിൽ ക്രമക്കേടുണ്ടെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. ഹൈക്കോടതി നടത്തിയ മൂല്യനിർണ്ണയത്തിലാണ് ക്രമക്കേട് നടന്നതായി ജസ്റ്റിസുമാരായ പി.എൻ. രവീന്ദ്രൻ, പി.വി. ആശ എന്നിവർ കണ്ടെത്തിയത്. ഹൈക്കോടതി നടപടി തൃപ്തികരമല്ലെന്ന് പറഞ്ഞ ഡിവിഷൻ ബെഞ്ച് ആവശ്യമെങ്കിൽ ഇടപെടുമെന്നും വ്യക്തമാക്കി. റിപ്പോർട്ടുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. മുൻസിഫ് മജിസ്ട്രേറ്റുമാരുടെ നിയമനത്തിനുള്ള യോഗ്യതാ പരീക്ഷയുടെ പുനർമൂല്യനിർണ്ണയത്തിൽ വൻ ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് വിശദീകരണം നൽകാൻ ജസ്റ്റിസുമാരായ പി.എൻ. രവീന്ദ്രൻ, പി.വി. ആശ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് നേരത്തെ ഹൈക്കോടതിയോട് നിർദ്ദേശിച്ചിരുന്നു. ഇതേ തുടർന്ന് നൽകിയ വിശദീകരണം തൃപ്തികരമല്ലെന്നറിയിച്ച ഡിവിഷൻ ബെഞ്ച് മൂല്യനിർണ്ണയത്തിലും ടാബുലേഷനിലും ഗുരുതരമായ ക്രമക്കേട് നടന്നുവെന്ന് ആവർത്തിച്ചു. ആവശ്യമെങ്കിൽ പരീക്ഷാ നടപടികളിൽ ഇടപെടുമെന്നും മുഴുവൻ പേപ്പറും പുനർമൂല്യനിർണ്ണയം നടത്താൻ ഉത്തരവിടുമെന്നും ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. ഇത്തരം ക്രമക്കേടുകൾ മറ്റ് പൊതുസ്ഥാപനങ്ങളിൽ നടക്കുമ്പോൾ കോടതി സ്വീകരിക്കുന്ന അതേ നിലപാട് ഇക്കാര്യത്തിലും ഉണ്ടാകുമെന്നും ഡിവിഷൻ ബെഞ്ച് കൂട്ടിച്ചേർത്തു. ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും ഹാജരാക്കാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. അതേസമയം മൂല്യനിർണ്ണയം സംബന്ധിച്ച അപാകതകൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കുക മാത്രമാണ് ചെയ്തതെന്നും ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശപ്രകാരം മൂല്യനിർണ്ണയം നടത്തിയ ഉത്തരക്കടലാസുകൾ പരിശോധനകൾ കൊണ്ട് വീണ്ടും പരിശോധിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഹൈക്കോടതിയുടെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ 0 മാർക്ക് ലഭിച്ച ചോദ്യങ്ങൾക്ക് പിന്നീട് മാർക്ക് നൽകിയതായും 3.5 മാർക്ക് ലഭിച്ച ചോദ്യത്തിന് പിന്നീട് 4.5 മാർക്ക് ലഭിച്ചതായും ഇതിൽ വെട്ടിത്തിരുത്ത് കാണുന്നതായും കോടതി വ്യക്തമാക്കി. പുനർമൂല്യനിർണ്ണയമില്ലെന്ന് ചൂണ്ടിക്കാട്ടി നേരത്തെ അപേക്ഷ നിരസിച്ചിരുന്നുവെന്നും ഉത്തരക്കടലാസുകളിൽ തിരുത്തലുകൾ കാണുന്നുണ്ടെന്നും കോടതി ആവർത്തിച്ചു. തെറ്റിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് പ്രശ്നം കൂടുതൽ സങ്കീർണമാക്കുമെന്ന് നിരീക്ഷിച്ച ഡിവിഷൻ ബെഞ്ച് പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നിരവധി കത്തുകൾ ലഭിച്ചിട്ടുണ്ടെന്നും വാദമധ്യേ വ്യക്തമാക്കി. നിയമനത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട 69 മുൻസിഫ് മജിസ്ട്രേറ്റുമാരുടെ ഉത്തരക്കടലാസുകൾ പരിശോധിച്ചാണ് ഡിവിഷൻ ബെഞ്ച് ഗുരുതരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. ക്രമക്കേട് ചൂണ്ടിക്കാട്ടി തട്ടാമല സ്വദേശി എം കിരൺലാൽ സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.